കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ നോട്ടമുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാനങ്ങളുടെ ഈ ഫെഡറൽ സംവിധാനത്തിൽ കൊടുക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നീതി ആയോഗ് പോലൊരു സംവിധാനം സംസ്ഥാനങ്ങളിലും വരാൻ പോകുന്നു, ആ പ്ലാനിംഗ് ബോർഡുകൾ ഇല്ലാതാവാൻ പോകുന്നു എന്നാണ്. പക്ഷേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആശങ്ക അവരുടെ ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, സാമ്പത്തിക എല്ലാ സ്റ്റേറ്റിലും ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇന്നിപ്പോൾ GST 1.4 lakh crores കളക്ഷൻ ആണെങ്കിൽ അതിന്റെ പകുതി സ്റ്റേറ്റ്സിനല്ല പോകുന്നത്. കേരളന്റെ GST കളക്ഷൻ നോക്കുമ്പോൾ റെക്കോർഡ് കളക്ഷൻ അല്ലേ. കേരളന്റെ സിറ്റുവേഷൻ ഇസ് സംവാട്ട് യുണീക്ക്. അതിന്റെ യുണീക്നെസ് എന്താ യുണീക്നെസ്? ഈ 60-65% വർഷത്തിൽ വി ഹാവ് നോട്ട് ക്രിയേറ്റഡ് എ സസ്റ്റൈനബിൾ ഇക്കണോമിക് മോഡൽ. കേരളയിൽ പ്രോബ്ലം എന്താ? ആന്ധ്രയിൽ, തമിഴ്നാടിൽ, കർണാടകയിൽ, തെലങ്കാനയിൽ എല്ലാം പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഈ അടുത്ത ലാസ്റ്റ് 2 years 3 yearsൽ 66% ഓഫ് പുതിയ ഇലക്ട്രോണിക്സ് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നത് ഈ ലാസ്റ്റ് 3 yearsലാണ്. അവിടെ എന്താ കേരളയിൽ പോകാത്തത്? സോ കേരളയിലെ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ഈസ് ദി പ്രോബ്ലം ദാറ്റ് അവിടെ ഒരു സസ്റ്റൈനബിൾ ഇക്കണോമിക് മോഡൽ ഇല്ല. മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നില്ല. സ്റ്റാർട്ടപ്സും IT വരുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഒരു സ്കെയിലിൽ വരുന്നില്ല. എന്തുകൊണ്ട് IT പാർക്കുകൾ നമുക്ക് ധാരാളമായുണ്ട് കേരളത്തിൽ? അല്ല, കേരളം ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞതല്ലേ, IT പാർക്ക് തുടങ്ങിയത് ഇന്ത്യയിൽ കേരളയാണ്. അതെന്താ IT പാർക്ക് ഇപ്പോൾ കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, ഗുരുഗ്രാം, നോയിഡ ഇവിടെ എല്ലാം ഭയങ്കര സൈസും പ്രൊലിഫറേറ്റ് ചെയ്യുന്നത്? അത് ആൻസർ ഇസ് ദയർ ഇൻ കേരളാസ് പോളിറ്റിക്സ്. ഇഫ് ഇന്ന് റീസെൻ്റ്ലി യോഗിജി നമ്മുടെ UP ചീഫ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ഞാൻ ഇതിന് ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് നോട്ട് ബിക്കോസ് യോഗിജി സെഡ് ഇറ്റ്, ബട്ട് അതിലൊരു മീനിങ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് വാണ്ട് സേഫ്റ്റി, ലോ ആൻഡ് ഓർഡർ. അതൊരു പ്രീ റെക്വിസിറ്റ് ആണ്. ഇത് എല്ലാ ദിവസവും ഒരു ഹെഡ്ലൈൻ, ഇയാളെ തലവെട്ടി കൊല്ലി, മറ്റവനെ പൊളിറ്റിക്കൽ വെൻഡേറ്റനെ കൊന്നു, ആൻഡ് ദെൻ പിന്നെ ഒരു പദയാത്ര നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പോസ്റ്റർ ഇസ് ബേണിംഗ് എ പേഴ്സൺ ഷോട്ട്സ്. അങ്ങനെ ഒരു പോളിറ്റിക്സ് ഈസ് നോട്ട് കൺസിസ്റ്റന്റ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫേവറബിൾ എൻവയൺമെന്റ്. പക്ഷേ ഇത് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയക്കാരനാണോ? അങ്ങനെ ഇല്ലല്ല, ഞാൻ ഫാക്ട്സാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല. ഐ എം നോട്ട് ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയം പൊളിറ്റീഷ്യൻ എന്നല്ല. ഞാൻ ഒരു മലയാളിയാണ്. എനിക്കും വേണം മലയാളി സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ. എനിക്കും വേണം അവിടെ ഒരു ഇലക്ട്രോണിക്സ് ഇക്കോസിസ്റ്റം ഉണ്ടാവണം. ഇതെല്ലാം എനിക്കൊരു ഡിസൈർ ഉണ്ടല്ലോ. ബട്ട് വൈ ഇസ് ഇറ്റ് നോട്ട് പോസിബിൾ? ഞാനൊരു എക്സാമ്പിൾ ഐ ഹാവ് റിപ്പീറ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഇവിടെ ഞാൻ ഒരു ഡെലിഗേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കമ്പനീസ് ഇവിടെ വന്നു എൻ്റെ ഓഫീസിൽ. വി ആർ കമ്മിങ് ടു ഇന്ത്യ, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഞാൻ അവരോട് ചോദിച്ചു, എവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾ തമിഴ്നാട് പോകും. അതെന്താ? അത് അല്ല, അവിടെ കുറേ കൊറിയൻ കമ്പനീസ് ഉണ്ട്, തൈവാനീസ് കമ്പനീസ് ഉണ്ട്. ഓക്കെ, ശരി. നിങ്ങൾ ഈ കേരളയും കർണാടകയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. വൈ ഡോണ്ട് യു ലുക്ക് അറ്റ് എക്സ്പ്ലോർ ചെയ്യോ? ഇല്ല സർ. ഇത് ഫാക്ച്വൽ. ഇല്ല സർ. കേരള നോ സർ. സെക്കൻഡ് ഓപ്ഷൻ എവിടെ? നോയിഡ. അവർക്ക് സെക്കൻഡ് ഓപ്ഷൻ വാസ് നോട്ട് ബാംഗ്ലൂർ. ഫസ്റ്റ് ഓപ്ഷൻ തമിഴ്നാട്, ബിക്കോസ് ആ പോർട്ട് ഉണ്ട്, അടുത്താണ്, ഇന്റർനാഷണൽ എയർപോർട്ടാണ്, അവിടെ ഒരു ട്രഡീഷണൽ ഇക്കോ സിസ്റ്റം ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ നോയിഡ. മൂന്നാമത്തത് ബാംഗ്ലൂർ. സോ കേരള ഈസ് നോട്ട് ഓൺ ദ റഡാർ ഓഫ് ഈ ചെക്ക് എഴുതി ഫാക്ടറി ഉണ്ടാക്കി ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസ്. അവർക്ക് അവിടെ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? താങ്കൾ പറയുന്നത് ഉത്തർപ്രദേശിനേക്കാൾ മോശമാണ് കേരളത്തിൽ. 100%. ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞത്, പബ്ലിക്കിൽ പറഞ്ഞതല്ല, ഞാൻ ഐ ഹാവ് സെഡ് ഇറ്റ് റിപ്പീറ്റഡ്ലി. ഒരു എൻവയൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരില്ല. കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുകയും കരാറുകൾ ഒപ്പിടുകയും ഒക്കെ. ഇപ്പോൾ മുഖ്യമന്ത്രി അടുത്ത യൂറോപ്യൻ സന്ദർശനത്തിന് പോയി. സന്ദർശനം അത് ടൂറിസം ആണോ, അത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആണോ? ഇതിന് എനിക്ക് തോന്നുന്നത് ആൾക്കാർ അങ്ങനെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈസ് കേരള എ ഫേവറബിൾ ഡെസ്റ്റിനേഷൻ ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്? ഇംഗ്ലീഷിൽ പറഞ്ഞത്. അതിന്റെ ആൻസർ ഷുഡ് ബി യെസ് ഓർ നോ. അതിലിപ്പോൾ ഞാനൊരു എയറോപ്ലെയിനിൽ കയറി ദുബായി പോയി, വയ ദുബായ് അമേരിക്കയിൽ പോയി അവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്ത് മടങ്ങി വന്ന് അതേ സ്റ്റേറ്റസ് കോ കണ്ടിന്യൂ ആണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ പോയിന്റ്? ഇതിന്റെ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ആൻഡ് ആൻസേർഡ് ഇൻ തിരുവനന്തപുരം. ഈ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രോണിക്സും ടെക്നോളജീസിലെല്ലാം ഒരു സ്കെയിലും എംപ്ലോയ്മെന്റും ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അടുത്ത 2-3 കൊല്ലത്തിലുണ്ടാവും. നമുക്ക് ഡിസൈഡ് ചെയ്യണം, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിന്റെ ആ മോഡലാണോ, സീതാറാം യെച്ചൂരിന്റെ മോഡലാണോ? പ്രൈം മിനിസ്റ്ററുടെ മോഡലിനെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ ഇത്രയുമായിട്ടും രാജ്യത്ത് തന്നെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് മലയാളികൾ. അവർക്ക് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും കൺവിൻസിംഗ് ആവുക? ഇപ്പോ ടാലന്റഡ് യൂത്ത് ഇസ് മൈഗ്രേറ്റിംഗ് ഔട്ട് ഓഫ് കേരള ബട്ട് ഇൻ ഇന്ത്യ. ഞാൻ കാണുന്നുണ്ട് കർണാടകയിൽ, ബാംഗ്ലൂരിൽ. ഞാനൊരു സ്റ്റാർട്ടപ്പ് ഹബിൽ റീസെന്റ് പോയപ്പോൾ, ഒരു 2 മാസം മുമ്പ് പോയപ്പോൾ, അതിൽ മോർ ദൻ ഹാഫ് മലയാളി ബോയ്സ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ തിരുവനന്തപുരത്ത് മേക്കർ സെന്ററിലോ മേക്കർ ഫെസിലിറ്റി ചെയ്യാത്ത? ഇല്ല സാർ, അവിടെ ഈക്കോ സിസ്റ്റം ഇല്ല. നോട്ട് പോളിറ്റിക്സ് അല്ല അവർ പറഞ്ഞത്, ഈക്കോ സിസ്റ്റം ഇല്ല. ഓക്കെ. ഈ സ്കിൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആത്മനിർഭരത, സ്വാശ്രയത്വം ആയിക്കോട്ടെ, പ്രധാനമന്ത്രി പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ ഇത് പ്രായോഗിക തലത്തിൽ വലിയ വെല്ലുവിളിയല്ലേ? എപ്പോഴാണ് ഇപ്പം ഇലക്ട്രോണിക്സ് അങ്ങനെ വകുപ്പ് തന്നെയാണ്. എങ്ങനെയാണ് ഇന്ത്യ അതിൽ സെൽഫ് റിലയന്റ് ആവാൻ ഇനിയും എത്രയോ കാലം എടുക്കും? ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസിന്റെ മെട്രിക് നമ്മൾ 100% ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഒരു ദിവസം ആ സിറ്റുവേഷനിൽ എത്തും അതല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സിൽ നമ്മൾ 2014 പ്രധാനമന്ത്രി മോദി പ്രൈം മിനിസ്റ്റർ ആവുമ്പോൾ
ഇന്ത്യയിലെ ഇലക്ട്രോണിക്സിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ വാസ് ലെസ് ദൻ 1 lakh crores. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ചൈന ഇമ്പോർട്ട്സ് എല്ലാം നമ്മുടെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഹാഡ് ബീൻ ഡെവസ്റ്റേറ്റഡ്. ഇന്ന് വി ആർ 75 ബില്യൺ, 5.5 ഓൾമോസ്റ്റ് 6 lakh crores. 25-26 ഞങ്ങൾ പ്രൈം മിനിസ്റ്ററിന്റെ ടാർഗറ്റാണ് 300 ബില്യൺ. 300 ബില്യൺ എന്ന് പറയുമ്പോൾ 24 ലക്ഷം crores ഫ്രം 6 lakh crores. ഇതുവരെ പ്രീ കോവിഡ് വരെ ഇലക്ട്രോണിക്സിന്റെ 70% ഓഫ് ദ പ്രൊഡക്ഷൻ വാസ് ചൈന. ചൈന ഡോമിനേറ്റഡ് ഇലക്ട്രോണിക്സ്. ഇന്ത്യൻ്റെ ഷെയർ വാസ് അബൌട്ട് 2% ഓർ സംതിങ്, 2 to 3%. നമ്മളുടെ ടാർഗറ്റാണ് ഇന്ത്യൻ്റെ ഷെയർ അത് 10% ആക്കാൻ, ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. സോ ആ ഒരു കോൾ ടു ആക്ഷൻ പ്രൈം മിനിസ്റ്റർ റീസെൻ്റ്ലി ഫെബ്രുവരിയിൽ പറഞ്ഞു, ഇന്ത്യ വാണ്ട്സ് ടു ബി ആൻഡ് വിൽ ബി ദ റിലയബിൾ പാർട്ട്ണർ ഫോർ ദ വേൾഡ് സപ്ലൈ ചെയിൻസ്. അതിൻ്റെ അർത്ഥം വി വിൽ ബി ദ ട്രസ്റ്റഡ് പാർട്ട്ണർ ടു മേക്ക് ഫോർ ദ വേൾഡ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ്. പക്ഷേ അതിൽ ഈ നോട്ട് നിരോധനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ റിസ്ക് എലമെന്റ് ഇല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രതിരോധം, ഡിഫൻസ് മേഖലയിൽ സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ ആ ഒരു കാലം എത്താനുള്ള ആ സമയത്തൊരു റിസ്ക് ഇല്ലേ? Change is not without opposition, change is not without some disruption. But Prime Minister's philosophy, weaker sections of society, vulnerable sections of society will always be protected through an extensive welfare social security scheme. അപ്പോൾ ഡിസ്റപ്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ പെയിൻ, അതിൻ്റെ ഇമ്പാക്ട് ഷുഡ് ബി മിനിമം ഫോർ ദോസ് ഹു ആർ അറ്റ് ദ ബോട്ടം ഓഫ് അവർ സൊസൈറ്റി. അതാണ് കോവിഡിൻ്റെ ടൈമിൽ ഡിസ്പൈറ്റ് രാഹുൽ ഗാന്ധി, ചിദംബരം ഇതെല്ലാം ഭയങ്കര ഇക്കണോമിക്സ് അല്ലേ, അവരെല്ലാം പറഞ്ഞില്ല അമേരിക്ക മാതിരി സ്റ്റിമുലസ് ചെയ്യണം, അത് നമ്മൾ ചെയ്യുന്നില്ല, നരേന്ദ്രമോദിജി ഈസ് റോങ്. ഇന്നെന്താ വേൾഡ് പറയുന്നത്? അമേരിക്കയിൽ റൺഅവേ ഇൻഫ്ലേഷൻ. അമേരിക്കൻ സെക്രട്ടറി ഓഫ് ട്രഷറി സേസ് വി മേഡ് എ മിസ്റ്റേക്ക് ഓൺ ഓവർ സ്റ്റിമുലേറ്റിംഗ് ദി ഇക്കോണമി. ആൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജീസ് പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന, വിച്ച് ഇസ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, വാസ് ദ റൈറ്റ് സൊല്യൂഷൻ. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന പുരോഗതി എന്നുള്ളത് രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് ഒരു രാജ്യത്തിന്റെ ശരിയായ രീതിയിലുള്ള വളർച്ചയാണോ സൂചിപ്പിക്കുന്നത്? പ്രൈം മിനിസ്റ്ററിന്റെ ഡെവലപ്മെന്റ് ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജി അദ്ദേഹം റിപ്പീറ്റഡ്ലി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. അതിൽ 3 വേർഡ് ഉണ്ട്. സബ്കാ സാത്ത് എല്ലാവരും കൂടെ, സബ്കാ വികാസ് എല്ലാവരുടെ ഡെവലപ്മെന്റ്, സബ്കാ വിശ്വാസം എല്ലാവരും കോൺഫിഡൻസ് എടുത്തിട്ട്. അതൊരു ഹി ബിലീവ്സ് ഇൻ ഇറ്റ്. ആൻഡ് ഈ 8 കൊല്ലത്തിൽ ഹിസ് ആക്ഷൻസ് ഒരു ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് എനിബഡി ആരെങ്കിലും കാണിച്ചു തന്ന, ആരെങ്കിലും പറഞ്ഞു തന്ന, ഐ ആം വില്ലിംഗ് ടു accept that argument. മിനിസ്റ്റർ പൗരത്വ നിയമം, ട്രിപ്പിൾ തലാഖ്, കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകൾ, ഇതെല്ലാം അതല്ല. ഡിസ്ക്രിമിനേഷൻ ഈസ് നോട്ട് ട്രിപ്പിൾ തലാഖ് ആണ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് ഇഫ് യു കൗണ്ട് ഇറ്റ്. എനി അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് a level playing field and non-discrimination of Muslim women, if you consider it discrimination against Muslim, അത് താങ്കളുടെ ഒരു വ്യൂ പോയിന്റ് ആണെന്നല്ലോ. I don't consider it discrimination. If പ്രധാനമന്ത്രിയും ഗവൺമെന്റും പാർലമെന്റും ഡിസൈഡ് ചെയ്തിട്ട് വിമൻ മുസ്ലിംസ് ഹാവ് ടു ബി ഗിവൻ ഡിഗ്നിറ്റി ഇൻ ലൈഫ്, അവർക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പാടില്ല എന്ന് ചെയ്താൽ അതൊരു മുസ്ലിംസിന്റെ അഗേൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറഞ്ഞാൽ ദെൻ അതൊരു ഫണ്ടമെന്റൽ അതൊരു ഫണ്ടമെന്റൽ റീഡെഫിനിഷൻ ഓഫ് ദ വേർഡ് ഡിസ്ക്രിമിനേഷൻ. അതൊരു വേറെ ഇഷ്യൂ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു സ്കീമോ, സർക്കാരിന്റെ ഒരു പ്രോഗ്രാമോ, സർക്കാരിന്റെ എനി കോണ്ടക്ടോ അതിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ആരെങ്കിലും കാണിച്ചു തന്നാൽ ഐ ആം വില്ലിംഗ് ടു റിസൈൻ ടുമോറോ ആൻഡ് ഗോ. ഒരു ട്രഡീഷണൽ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ടു ഫിയർ മോങ്കർ. അതൊരു 65 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. അത് പെട്ടെന്ന് പോയില്ല എന്ന് ഐ അക്സെപ്റ്റ് ഇറ്റ്. ബട്ട് ഓവർ ടൈം മൈനോറിറ്റീസ് അവർ പ്രൈം മിനിസ്റ്റർ മോദിജീൻ്റെ കോണ്ടക്റ്റും അത് സ്കീംസും ഹിസ് റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ അവർക്ക് തന്നെത്താൻ കോൺഫിഡൻസ് വരും. കേരളത്തിന്റെ പോളിറ്റിക്സിനെ പറ്റി ഇൻ മൈ ഒപ്പീനിയൻ ഐ ആം വെരി ക്ലിയർ. മാർച്ചിൽ ഞാനൊരു സർവേ ചെയ്തു കേരളത്തിൽ, എൻ്റെ ലെവലിൽ, നോട്ട് പാർട്ടി നോട്ട് ഗവൺമെന്റ്. 62% മലയാളീസ് സെഡ് ദേ റെസ്പെക്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. 62% എന്ന് പറഞ്ഞാൽ അത് മോർ ദൻ ഹിന്ദുസ്. ഇന്നത്തെ ഈ പോളറൈസ്ഡ് വേൾഡിൽ, സോഷ്യൽ മീഡിയ ഡോമിനേറ്റഡ്, ഡിജിറ്റൽ മീഡിയ ഡോമിനേറ്റഡ് വേൾഡിൽ എല്ലാ ഫ്രിഞ്ച് എലിമെന്റ്സിനും ഒരു എബിലിറ്റി ഉണ്ട് അയാളുടെ ഒരു ഔട്ട്റേജസ്, അവളുടെ ഔട്ട്റേജസ് സ്റ്റേറ്റ്മെന്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ബിക്കം ദ നോർമൽ. That does not become the fact. അവിടെയാണ് ഈ സമൂഹ മാധ്യമ നിയന്ത്രണങ്ങളിലേക്ക് വരുന്നത്. അത് തീർത്തും അനിവാര്യമായ ഘട്ടത്തിലാണോ ഇന്ത്യ ഇപ്പോൾ? ഗവൺമെന്റിന്റെ ഒരു ഓബ്ലിഗേഷൻ ആണ് ഈ ഇന്റർനെറ്റിന്റെ സ്പേസ് ഷുഡ് ബി സേഫ് ആൻഡ് ട്രസ്റ്റഡ്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് വെൻ ഇറ്റ് കോൺഫ്ലിക്ട്സ് വിത്ത് സേഫ്റ്റി ആൻഡ് ട്രസ്റ്റ്, ഇത് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ അണ്ടർ ആർട്ടിക്കൽ 19(2), ഫ്രീഡം ഓഫ് സ്പീച്ച് ഇസ് നോട്ട് an absolute right. But if you use the freedom of speech to incite about a community, inside somebody, that is not allowed under our constitution. So same principles are being applied to internet. Internetil ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, ആരെ പറ്റിയും പറയാം, നുണയാണെങ്കിൽ നുണ പറയാം, നുണേനെ വൈറലാക്കാം, നുണേന്റെ വൈറലാക്കിൻ്റെ അതിൻ്റെ ഒരു പബ്ലിക് ഓർഡർ കോൺസിക്വൻസ് ക്രിയേറ്റ് ചെയ്യാം.
അതൊന്നും ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാറ്റഗറിയിലല്ല വരുന്നത്. സോ നമ്മളൊരു വി ആർ ക്രിയേറ്റിംഗ് എ കൾച്ചർ ഓഫ് അക്കൗണ്ടബിലിറ്റി ദാറ്റ് ദീസ് പ്ലാറ്റ്ഫോംസ് ബിക്കം മോർ അക്കൗണ്ടബിൾ ഫോർ സേഫ് കോൺവെർസേഷൻസ്, ഫോർ കോൺവെർസേഷൻസ് ദാറ്റ് ഡോണ്ട് അലൗ ക്രിമിനാലിറ്റി, ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, pornography, trafficking, drugs, terrorism, all of these things, the platform should automatically have methods of preventing some unlawful and criminal activities. ആ ഡയറക്ഷനിലാണ് ഞങ്ങൾ പോകുന്നത്. ബട്ട് എന്ത് ചെയ്താലും, എന്ത് ലോയും പോളിസി ഉണ്ടാക്കിയാലും അത് പബ്ലിക് കൺസൾട്ടേഷൻ ചെയ്യും. 5G എത്തിയിരിക്കുന്നു, എത്താൻ കുറച്ച് വൈകിയോ, ഇനി അതിന്റെ സാധ്യതകൾ മിനിസ്റ്റർ എത്ര കണ്ട് കാണും? ഇതിൽ ലേറ്റ് ആണോ ഡിലേ ആണോ, ഇതൊരു ന്യൂ ഈറ ആണ്. ഈ 5G is a core of many other innovations and many other changes in technology. So നമുക്ക് അത് സ്റ്റഡിലി ശരിക്ക് ടൈമിംഗ് വിത്ത് ദ റൈറ്റ് എമൗണ്ട് ഓഫ് എക്വിപ്മെന്റ് ഡിസൈൻ ആൻഡ് എക്വിപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ വി ഹവ് ഡൺ ഇറ്റ്. ഞാൻ വയർലെസ് ഇന്ത്യയിൽ ഫസ്റ്റ് മൊബൈൽ കമ്പനി തുടങ്ങിയപ്പോൾ, നാട്ടിൽ ഐ സ്റ്റാർട്ടഡ് VPL മൊബൈൽ ഫസ്റ്റ്, എല്ലാ എക്വിപ്മെൻറ്റും സ്ക്രൂ ഡ്രൈവർ മുതൽ സ്ക്രൂ വരെ എക്വിപ്മെൻറ്റ്, വയർലെസ് സ്വിച്ച് എല്ലാം ഇമ്പോർട്ടഡ് ആയിരുന്നു. ഇന്ന് at least 30 to 40% of the value will be domestically designed and or domestically made. ആത്മനിർഭർ ഭാരതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, അപ്പോൾ 0 40% ഓഫ് എ 5G നെറ്റ്വർക്ക് ഈസ് നോട്ട് എ സ്മോൾ അച്ചീവ്മെന്റ്. ഇതൊരു ന്യൂ ഇന്ത്യൻ്റെ ഒരു അച്ചീവ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഷുഡ് ഓൾ ബി പ്രൗഡ് ഓഫ് ഓൺ ദിസ് പ്രൈം മിനിസ്റ്റേഴ്സ് ബർത്ത്ഡേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഇപ്പോഴും പോപ്പുലർ ആണ് എന്നങ്ങ് പറയുന്നു. ആ ജനപ്രീതിയുടെ ബലത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. എനിക്കങ്ങനെ കേരള രാഷ്ട്രീയം വേഴ്സസ് കർണാടക രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യ രാഷ്ട്രീയം വേഴ്സസ് വേറെ, ഞാനൊരു പബ്ലിക് സർവൻ്റ് ആണ്. ഐ എം എ പബ്ലിക് സർവൻറ്റ്. ഐ വിൽ സെർവ് മലയാളീസ്, കന്നഡിഗാസ്, എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോകുന്നുണ്ട്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് രാഷ്ട്രീയമാണ്. ഇറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ മോദിജീസ് ഫിലോസഫി. കേരളയിൽ ഓപ്പർച്യൂണിറ്റി എലക്ഷൻ പോളിറ്റിക്സിൽ ഇറങ്ങുകയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഐ ഡോണ്ട് നോ, അത് എൻ്റെ ലീഡേഴ്സ് വിൽ ഡിസൈഡ്. അത് ആണെങ്കിൽ അവർ പറയും. പറഞ്ഞാൽ തയ്യാറാണ്. I never run from any challenge. എനിക്ക് all the challenges I take on. എനിക്ക് തന്ന ജോബ്സ് എല്ലാം, പ്രൈം മിനിസ്റ്റർ തന്ന എല്ലാ ജോബ്സും ഞാൻ ഡ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ട്. ഇതൊരു ചാലഞ്ച് ആയിട്ട് തന്ന ഐ വിൽ ഡു ഇറ്റ്. വളരെ നന്ദി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം.